ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഓണം സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ പായസം റെസിപ്പിയാണ്. ഇതൊരു എന്താ പറയുക, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പായസമായിരിക്കും. തേങ്ങ കൊണ്ടുണ്ടാക്കാം, ഇളനീർ കൊണ്ടുണ്ടാക്കാം, അതുപോലെ തീ കത്തിക്കാതെയും ഈ ഒരു പായസം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആയിഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പായസം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ അത്യാവശ്യം വേണ്ട ചേരുവകൾ. ഈ തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാണ്. 1 കപ്പ് വേണം. അപ്പോൾ അതിനായിട്ട് എത്രയാണോ തേങ്ങ വേണ്ടത് അത്ര തേങ്ങ എടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് ഇളനീർ വെച്ചിട്ടാണ്. ഇളനീർ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ബൗളിൽ കുറച്ച് ഇളനീർ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇളനീർ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആവും. 2 ഇളനീരിന് ഇത്രേ കാമ്പ് കിട്ടിയുള്ളൂ. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പും കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ബാക്കി ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/4 കപ്പും കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ മധുരത്തിനായിട്ട്. പിന്നെ ഏലക്കാപ്പൊടിക്ക് പകരം ഞാനിപ്പോൾ ഇവിടെ 5 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ ഇളനീർ വെള്ളം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളനീർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പാൽ ഞാൻ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നത്. സാധാ ഫ്രഷ് പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള കട്ടിയുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ബ്ലെൻഡറിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഇളനീർ വെള്ളം ഒരു 3/4 ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാനിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ ഇളനീർ വെള്ളത്തിലാണ് തേങ്ങ അരച്ചെടുക്കേണ്ടതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല പാല് നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ഗ്ലാസ്സോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഇളനീർ ഇതുപോലെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് ഇളനീർ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ചുകൂടെ കൂടുതൽ ഇളനീർ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കട്ടിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇളനീർ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ഗ്ലാസ് സാദാ പാൽ ചേർത്ത് കൊടുക്കാം. പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളിപ്പോൾ ഇളനീരിന് പകരം തേങ്ങയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തേങ്ങ അധികം മൂക്കാത്ത വേണം എടുക്കാൻ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക. ആ വൈറ്റ് ഭാഗം മാത്രം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇളനീർ നമ്മൾ ജ്യൂസ് അടിച്ചില്ലേ അതിന് പകരം ഇട്ട് കൊടുക്കാൻ. ഇതിപ്പം ഇളനീർ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് പകരം തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്കൊരു 5 ഏലക്ക ചേർക്കുന്നുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഏറ്റവും ടേസ്റ്റ് ഇളനീർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇളനീർ കിട്ടിയില്ലെങ്കിൽ മാത്രം അധികം മൂക്കാത്ത തേങ്ങ കൊണ്ട് ഈ ഒരു പായസം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ തീ കത്തിക്കാതെയുള്ള പായസം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതുവരെയുള്ളതാണ് തീ കത്തിക്കാതെയുള്ള പായസം. ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ തീ കത്തിച്ചിട്ടുള്ള പായസം എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ പായസം ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഇളനീർ പായസം നമ്മൾ ചൂടാക്കി എടുക്കുമ്പം വല്ലാണ്ട് തിളപ്പിക്കരുത്. അതിനാണ് ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റ് പാൽ യൂസ് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ സാദാ പാലാണെങ്കിൽ നല്ല തിളപ്പിച്ച് തണുപ്പിച്ച പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുള്ളൂ. തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തേയിരിക്കുക. ഒരു 5 മിനിറ്റിൻ്റെ അകത്തൊക്കെ തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സൊക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ തീ കത്തിക്കാതെയുള്ള ഈ ഒരു പായസം ഇവിടെ ഷെയർ ചെയ്യാൻ കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫയർലെസ് കോമ്പറ്റീഷന് പറ്റിയിട്ടുള്ള ഒരു ഓണം സ്പെഷ്യൽ പായസം റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പിയാണ്, എനിക്ക് അധികം പായസത്തിൻ്റെ റെസിപ്പീസൊന്നും അറിയില്ല. ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് അതുകൂടെ ഷെയർ ചെയ്തത് കേട്ടോ. തീ കത്തിക്കാതെയും ഈ ഒരു പായസം ഉണ്ടാക്കാമെന്ന്. അവരതിൻ്റെ കൂടെ ചവ്വരി വേവിച്ചിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നും പറഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇളനീർ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഈ ഒരു പായസം ഉടനെ സെർവ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ, വല്ലാണ്ട് കട്ടിയിൽ ആവണ്ട. കട്ടിയിലാവുമ്പോൾ നമുക്കത് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചവ്വരി ഇഷ്ടമാണെങ്കിൽ ചവ്വരി സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു പായസം നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആവും. ഇവിടെ ആർക്കും ചവ്വരി ഇഷ്ടമല്ല, ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയുള്ളത് കേട്ടോ. ഒട്ടും നിർബന്ധമില്ല ചേർക്കണം എന്നുള്ളത്. ചവ്വരി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിൾ പായസം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്